അധ്യാത്മരാമായണം അയോധ്യാകാന്ഡം 9-ാം ദിവസം. ആനന്ദത്തോടിരിക്കുന്ന ഒരവസരത്തിൽ ദശരഥ മഹാരാജാവ് ബ്രഹ്മപുത്രനും കുലഗുരുവുമായ വസിഷ്ഠനെ വന്ദിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ വൃദ്ധനായി വരികയാണ്. അതുകൊണ്ട് എൻ്റെ പുത്രന്മാരിൽ മൂത്തവനായ ശ്രീരാമനെ എത്രയും പെട്ടെന്ന് രാജാവായി അഭിഷേകം ചെയ്യണം. അടുത്ത ദിവസം നല്ല മുഹൂർത്തമാണ്, പുണ്യമായ പൂയം നക്ഷത്രം. അതുകൊണ്ട് ഭരതശത്രുഘ്നന്മാർ തിരിച്ചു വരുന്നവരെ കാത്തിരിക്കേണ്ടതില്ല. അഭിഷേകത്തിന് വേണ്ടുന്നവയെല്ലാം ഇന്നു തന്നെ സംഭരിച്ചിടണം. ശ്രീരാമനെ അങ്ങ് തന്നെ ഒട്ടും വൈകാതെ ഈ സന്തോഷവാർത്ത അറിയിക്കുകയും വേണം. കൊടിതോരണങ്ങളെല്ലാം കെട്ടുക, ദിക്കുകളൊക്കെ മുഴങ്ങും രീതിയിൽ ഘോരമായുള്ള പെരുമ്പറയും മുഴക്കുക. വസിഷ്ഠനോട് ഇത്രയും പറഞ്ഞിട്ട് രാജാ ദശരഥൻ സുമന്ത്രരെ നോക്കി ഇങ്ങനെ പറഞ്ഞു: വസിഷ്ഠ മഹർഷി പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുക. നാളെ തന്നെ ശ്രീരാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യണം. ആനന്ദം പൂണ്ട സുമേന്ദ്രർ വസിഷ്ഠനെ വന്ദിച്ചിട്ട് പറഞ്ഞു: എന്താണ് വേണ്ടതെന്ന് അങ്ങ് പറഞ്ഞാലും താമസം കൂടാതെ അതെല്ലാം ഞാൻ ഒരുക്കാം. ശ്രീരാമാഭിഷേകാരംഭം. എങ്കിലോ രാജാ ദശരഥനഗതാ സങ്കലിതനാനന്ദമാം മാറിയിരിക്കുമ്പോൾ പങ്കജ സംഭവപുത്രൻ വസിഷ്ഠനാം തൻ കുലാചാര്യനെ വന്ദിച്ചു ചൊല്ലിനാൻ. പൗരജനങ്ങളും മന്ത്രിമുഖ്യന്മാരും ശ്രീരാമനെ പ്രശംസിക്കുന്നതെപ്പോഴും ഓരോ ഗുണങ്ങളും കണ്ടവർക്കുണ്ടകതാരിലാനന്ദം, അതിനില്ല സംശയം. വൃദ്ധനായി വന്നതു ഞാനുമൊട്ടാകയാൽ പുത്രരിൽ ജ്യേഷ്ഠനാം രാമകുമാരനെ പൃഥ്വി പരിപാലനാർത്ഥം അഭിഷേകം എത്രയും വൈകാതെ ചെയ്യണമെന്നു ഞാൻ കൽപ്പിച്ചതിപ്പോഴേ. അങ്ങനെയെങ്കിലതുൾപോവിലോർത്തു നിയോഗിക്കയും വേണം. ഇപ്രജകൾക്കനുരാഗം അവൻകളുണ്ടെപ്പോഴുമേറ്റമതോർത്തു കണ്ടില്ലയോ. വന്നീല മാതുലനെ കാണാനതിനേറെ മുന്നമേ പോയ ഭരതശത്രുഘ്നന്മാർ വന്നു മുഹൂർത്തമടുത്ത ദിനം തന്നെ പുണ്യമതീവ പുഷ്യം നല്ല നക്ഷത്രം. എന്നാലവർ വരുവാൻ പാർക്കയില്ലിനി ഒന്നുകൊണ്ടുമതു നിർണയം മനസ്സേ. എന്നാലതിനു വേണ്ടുന്ന സംഹാരങ്ങൾ ഇന്നു തന്നെ ബദ